ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ലിജിയാണ്, കുവൈറ്റിൽ നിന്ന്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാനൊരു കഥ പറയട്ടെ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വിക്ടർ ഫ്രാങ്ക്ലിൻ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം നാസികളുടെ തടവിലായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ പേരെ തടവിൽ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോരുത്തരായിട്ട് ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാണ്ട് മരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും വയ്യാതായി, ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തി. അങ്ങനെ അദ്ദേഹം ഓരോരുത്തരെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം എന്താ പറയുക, ഒരു പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ്. ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതിരുന്നിട്ട് കൂടി ആ കുട്ടി ഒരു പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവളുടെ അടുത്ത് പോയി സംസാരിച്ചു. എന്തുകൊണ്ടാണ് നിൻ്റെ മുഖത്ത് ഇത്രയും പ്രതീക്ഷ? നീ എന്ത് പ്രതീക്ഷയിലാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ആ കുട്ടി ഒരു മരക്കൊമ്പ് കാട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനാകെ ഇവിടെ നിന്ന് കാണുന്നത് ആ മരക്കൊമ്പാണ്. ആ മരക്കൊമ്പ് കണ്ടിട്ടാണ് എനിക്ക് സന്തോഷം തോന്നുന്നത്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ആ മരക്കൊമ്പ് കണ്ടിട്ട് നിനക്ക് സന്തോഷം തോന്നണത്? എങ്ങനെയാണ് നിനക്കത് കണ്ടിട്ട് എന്താ പറയുക ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണത്? നിനക്ക് എന്ത് പ്രതീക്ഷയാണ് ആ മരം നൽകണത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട് എന്നാണ് ആ മരക്കൊമ്പ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് തന്നെ എടുത്തു കളഞ്ഞാലും നമുക്ക് ജീവിക്കാനുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ, അത് എടുത്തു കളയാനായിട്ട് ആരെ കൊണ്ടും പറ്റില്ല. ആ മരക്കൊമ്പ് നോക്കി അവൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷ കാണാൻ സാധിച്ചു. പിന്നീട് ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് വലിയൊരു ബുക്കൊക്കെ എഴുതി പ്രശസ്തനൊക്കെ ആയി. അപ്പം നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് അവർക്ക് സുഖമാണോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് തിരക്കണേ. അതൊക്കെ മതിയാകുന്നേ ചിലവരുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാനും ഒരു സന്തോഷം നൽകാനൊക്കെ. അപ്പോൾ അടുത്ത കഥയായിട്ട് ഇനി വീണ്ടും കാണാം കേട്ടോ. എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.